ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതും നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചിന്തിച്ചിട്ടുള്ളതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ നെഗറ്റീവ് ചിന്തകളെ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ചിന്താഗതികളെ, ഈ എനിക്ക് കഴിയില്ല എന്ന മനോഭാവത്തെ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും തിരക്കിലാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ ആകെ തളർന്നു പോയി, എനിക്ക് ആകാംക്ഷയുണ്ട്, അതെൻ്റെ കൂടെയുള്ള ആളിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഓഫീസിലെ ആളുകളുടെ പ്രശ്നമാണ് എന്നൊക്കെയുള്ള ചിന്തകളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇത് നമ്മുടെ എല്ലാം ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ? ഇതിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാം, എങ്ങനെ ഈ ചിന്താരീതികളെ മാറ്റിയെടുക്കാം എന്നതാണ് ഇന്ന് വിശദമായിട്ട് പറയാൻ പോകുന്നത്. പക്ഷേ ഈ പാറ്റേൺ എങ്ങനെ തകർക്കാൻ പറ്റും നമുക്ക്? ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് എളുപ്പവും പ്രായോഗികവുമായ വഴി പങ്കുവെക്കാൻ പോവുകയാണ്. അതിനോടൊപ്പം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും എങ്ങനെ ഒരു പുതിയ ഊർജത്തിലേക്ക് മാറ്റാമെന്നും പറയാം. ഇതൊരു യാത്രയാണ്, ഒരു രസകരമായ ജീവിതത്തെ മാറ്റിമറിക്കുന്നൊരു യാത്ര. നിങ്ങളുടെ മനസ്സിൽ ഒരു ദിവസം 60,000 മുതൽ 70,000 വരെ ചിന്തകൾ വരുന്നുണ്ടെന്നറിയാമല്ലോ അല്ലേ? അതിൽ 90% ചിന്തകളും കഴിഞ്ഞ ദിവസത്തെ അതേ ചിന്തകൾ തന്നെയാണ്. അതായത് നിങ്ങളുടെ ജീവിതം മാറുന്നില്ല, കാരണം നിങ്ങളുടെ ചിന്തകൾ മാറുന്നില്ല. ഈ ചിന്തകൾ നിങ്ങളുടെ തീരുമാനങ്ങളെ, തീരുമാനങ്ങൾ നിങ്ങളുടെ പെരുമാറ്റത്തെ, പെരുമാറ്റം നിങ്ങളുടെ അനുഭവങ്ങളെ, അനുഭവങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്നു. ഈ വികാരങ്ങൾ വീണ്ടും അതേ ചിന്തകളെ ഉണ്ടാക്കുന്നു. ഇതൊരു വലിയ ചക്രം പോലെയാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു പാറ്റേണിൻ്റെ കാര്യം, അതാണ് ഈ പാറ്റേൺ. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ അനുഭവിക്കുന്നു എന്നതിനെ എല്ലാം ആശ്രയിച്ചിരിക്കും നമ്മുടെ ശരീരം, നമ്മുടെ തലച്ചോറിലെ ന്യൂറോ സർക്യൂട്ടുകൾ, ന്യൂറോ കെമിസ്ട്രി, ഹോർമോണുകൾ, നമ്മുടെ ജീനുകൾ പോലും. ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി. ഈ വ്യക്തിത്വമാണ് നമ്മുടെ സ്വന്തം യാഥാർത്ഥ്യം, അതായത് റിയാലിറ്റി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ വ്യക്തിത്വമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതമെന്ന യാഥാർത്ഥ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം വേണമെങ്കിൽ, പുതിയൊരു യാഥാർത്ഥ്യം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം മാറ്റിയെടുത്തേ പറ്റൂ. അത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തണം. ഈ ഒരു ഭാഗം ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിങ്ങളുടെ അറിയാതെയുള്ള പ്രവൃത്തികളെയും ശീലങ്ങളെയും കുറിച്ച് ബോധവാന്മാരാകുകയും അവയിൽ മാറ്റം വരുത്തുകയും വേണം. കൂടാതെ ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്ന വികാരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കാരണം ഈ വികാരങ്ങളാണ് നമ്മളെ നമ്മുടെ ഭൂതകാലവുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത്. ഈ വികാരങ്ങൾ നമ്മുടെ ഭാവിക്കും ആവശ്യമുണ്ടോ, അതായത് ഇപ്പോഴത്തെ ഈ ഒരു വികാരം നമ്മുടെ ഭാവിക്കും ആവശ്യമുണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഈ ഒരു ഭാഗം മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ആ ഒരു ഫീലിങ്സ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക്, അതായത് നിങ്ങളുടെ ഭാവിയിലേക്ക് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ശരിയല്ലേ? എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് എഴുന്നേൽക്കുമ്പോൾ തോന്നുന്ന ആ ഒരു ഫീലിങ്സ് എന്താ? എല്ലാ ദിവസവും ഒരേപോലെയല്ലേ? നമുക്കൊരു മടിയും, ഇന്നത്തെ ദിവസം നമുക്ക് തലേ ദിവസം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പിറ്റേന്ന് ചിലപ്പോൾ ചെയ്യാനുള്ള ഒരു മനസ്സ് വരില്ല. നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളിലോട്ട് മാത്രമേ ഫോക്കസ് പോകത്തുള്ളൂ. പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുമ്പം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സിനോട് പറയും, ഓ ഈ ദിവസവും ആ പഴയ രീതിയിൽ തന്നെ തുടർന്നാൽ മതിയെന്ന്. ശരിയല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ. എനിക്ക് ഈ അസ്വസ്ഥതയൊന്നും ഏറ്റെടുക്കാൻ വയ്യ എന്ന് മനസ്സ് പറയും, ശരിയല്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഓഫീസിൽ ആരെങ്കിലും നിങ്ങളെ ശല്യപ്പെടുത്തിയാൽ നിങ്ങളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ആ പഴയ പാറ്റേണിലേക്ക് തന്നെ പോകും. ദേഷ്യം, നിരാശ, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ചിന്ത, ശരിയല്ലേ? അതായത് ഒരു പുതിയ ജീവിതം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന
ഭൂരിഭാഗം ആളുകളും അവരുടെ പഴയ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടാണ് അത് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും അത് നടക്കാതെ പോകുന്നത്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ വേറൊരാളായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ന്യൂറോ സയൻസ് പറയുന്നത് ഒരേ സമയം പ്രവർത്തിക്കുന്ന നാഡീകോശങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതായത് നമ്മൾ ഒരേ രീതിയിൽ ചിന്തിക്കുകയും ഒരേ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും ഒരേ ശീലങ്ങൾ കാണിക്കുകയും ഒരേ അനുഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ തലച്ചോറിലെ ന്യൂറോണുകളുടെ ശൃംഖലകൾ ഒരേ പാറ്റേണിലേക്ക് ഉറപ്പിക്കപ്പെടുന്നു. ഇത് നമുക്ക് പരിചിതമായ ഒരു തോന്നലുണ്ടാക്കും. ഈ പാറ്റേൺ രൂപപ്പെടുമ്പോൾ നമ്മൾ ഇത് 10 വർഷം തുടരുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ചില പാറ്റേണുകൾ സ്ഥിരമായി ഉറപ്പിക്കപ്പെടും. അതാണ് നമ്മുടെ വ്യക്തിത്വമായിട്ട് മാറുന്നത്. ഏകദേശം 35 വയസ്സാകുമ്പോഴേക്കും ഈ പാറ്റേണുകൾ ഉറച്ചു പോകും. പണ്ടൊക്കെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നത് ഇത് മാറ്റാൻ കഴിയില്ല എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ഇത് മാറ്റാൻ കഴിയുമെന്ന്. നമ്മുടെ തലച്ചോറിലെ ഈ ശീലങ്ങളുടെ കൂട്ടം, അതായത് 95% സമയവും നമ്മൾ ചില പ്രോഗ്രാമുകളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രോഗ്രാമുകളിൽ നിന്ന് നമുക്ക് സ്വയം വേർപെടുത്തേണ്ടതുണ്ട്. ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പം നമ്മൾ ചില വ്യക്തികളോട് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എത്ര കാലമായിട്ട് ഇങ്ങനെയാണ്? അപ്പോൾ അവർ പറയും, ഞാനൊരു 10-35 വർഷമായിട്ട് ഇങ്ങനെയാണെന്ന്. അല്ലേ? അങ്ങനെ ഉണ്ടായിട്ടില്ലേ നിങ്ങൾക്കൊക്കെ? എന്തുകൊണ്ടാണ് ഈ 35 വർഷം? അത് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഈ 35 വർഷം മുൻപ് എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന്. ആ സംഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ശക്തമായ വികാരമുണ്ടായോ, എത്രത്തോളം ശക്തമായ ഫീലിങ്സ് ഉണ്ടായോ, അത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ മാറ്റം അനുഭവപ്പെടും. തലച്ചോർ അതിൻ്റെ ശ്രദ്ധ കുറയ്ക്കുകയും ആ സംഭവത്തിൻ്റെ ചിത്രം ഉറപ്പിക്കുകയും ഒരു സ്നാപ്പ് ഷോട്ട് എടുക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ഓർമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരം ഒന്നുകിൽ പരിചിതമായ ഒരു ഭൂതകാലത്തിലേക്ക് ശീലിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പ്രവചിക്കാൻ കഴിയുന്ന ഭാവിക്കായിട്ട് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മൾ ഓരോ ദിവസവും രാവിലെ ഒരേ കാര്യങ്ങൾ, ഒരേ പ്രവൃത്തികൾ ആവർത്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ നിമിഷം നമുക്കൊരു അജ്ഞാതമായിട്ട് മാറുന്നു. ആളുകൾക്ക് ഈ ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ ഉള്ളൊരു അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യും? അവരൊന്നുകിൽ ഫോൺ എടുത്തിട്ട് ആരെങ്കിലും വിളിക്കാനോ വല്ലതും ശ്രമിക്കും. എനിക്ക് എഴുന്നേറ്റ് ധ്യാനിക്കാനൊന്നും കഴിയില്ല എന്ന് പറയും. അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര തിരക്കാണെന്ന് പറയും. അങ്ങനെ ഓരോ ഒഴികളൊക്കെ പറഞ്ഞ് അവരതിൽ നിന്നും മാറാൻ ശ്രമിക്കും. അങ്ങനെ അവർ പഴയ ഒരവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും. നമ്മൾ എന്ത് കാര്യം പുതിയതായിട്ട് ചെയ്യാൻ നോക്കിയാലും അപ്പോഴൊക്കെ നമ്മളെ അതിൽ നിന്നും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്ത് അതിൽ നിന്നും നമ്മളെ ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? അതായത് നമ്മളൊരു കംഫർട്ട് സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിൽ നിന്നും മാറാൻ നമ്മുടെ ശരീരം സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പരിചിതമായ അവസ്ഥയിലേക്ക് തിരികെ വരുമ്പോൾ നമുക്കൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാത്ത ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മുടെ ശരീരം മനസ്സിനെ സ്വാധീനിക്കാൻ തുടങ്ങും. നിനക്കത് നാളെ തുടങ്ങാം, ഇന്നിപ്പോൾ നിനക്ക് തിരക്കുണ്ട്, നിനക്കതിനുള്ള ടൈമില്ല, അതുപോലെ തന്നെ അത് നിൻ്റെ അമ്മയുടെ തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ തെറ്റാണ്, നിൻ്റെ കയ്യിൽ അതിന് വേണ്ടത്ര പണമില്ല, ഇത് നടക്കില്ല എന്നൊക്കെ പറയും. ശരിയല്ലേ? നമ്മുടെ ഭാവിക്കും നമുക്കുമിടയിൽ നിൽക്കുന്ന ഒരു പ്രോഗ്രാമുകളാണ് നമ്മളെ തടസ്സപ്പെടുത്തുന്നത്. ഒന്നിച്ച് പ്രവർത്തിക്കാത്ത നാഡീകോശങ്ങൾ ഇനി പരസ്പരം ബന്ധിപ്പിക്കപ്പെടുകയില്ല. ആ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥകളെയും നിരീക്ഷിക്കുക എന്നാൽ നിങ്ങൾ ഇനി ആ പ്രോഗ്രാം അല്ല, മറിച്ച് ആ പ്രോഗ്രാമിനെ നിരീക്ഷിക്കുന്ന ബോധമാണ് എന്നാണ് അർത്ഥം. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ശക്തമായ ഒരു ഉപകരണമാണ് ധ്യാനം. ഈ ധ്യാനിക്കുക എന്നാൽ ഈ അവസ്ഥകളുമായി പരിചയപ്പെടുക എന്നാണ്. ആ ചിന്തകളുമായി നിങ്ങൾ പരിചയത്തിലാകുമ്പോൾ നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്നതിനെക്കുറിച്ച് ബോധവാന്മാരാകും. നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ശ്രദ്ധിക്കും. നിങ്ങൾ എങ്ങനെയാണ് അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കും. ഈ അബോധാവസ്ഥയിലുള്ള പ്രോഗ്രാമുകളെക്കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ബോധമുണ്ടോ അത്രത്തോളം നിങ്ങളുടെ സാധാരണ ജീവിതത്തിൽ നിങ്ങൾ അബോധാവസ്ഥയിലേക്ക് പോകുന്നത് കുറയും.
എന്തുകൊണ്ടെന്നാൽ ഒരു നല്ല ധ്യാനം കഴിഞ്ഞ് എഴുന്നേറ്റ് തിരക്കേറിയ പാതയിലേക്ക് ഇറങ്ങിച്ചെന്ന് സമ്മർദ്ദത്തിലാകുന്നത് മാത്രം പോരാ. അങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങും. നമ്മുടെ ജോലി എന്ന് പറയുന്നത് ആ മാറ്റപ്പെട്ട മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും ദിവസം മുഴുവൻ നിലനിർത്തുക എന്നതാണ്. നമ്മൾ ധ്യാനത്തെക്കുറിച്ചല്ലേ പറഞ്ഞു വന്നേ. ഈ ധ്യാനം എന്നത് 20 മിനിറ്റ് ഇരുന്ന് ഒന്നും ചിന്തിക്കാതിരിക്കുന്നതാണോ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നേക്കാം. ഒരു കാര്യം പറയാം, ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ തിരക്കുണ്ടെങ്കിൽ 20 മിനിറ്റ് ധ്യാനം പോരാ, 1 മണിക്കൂർ വേണം. എന്തുകൊണ്ടാ? കാരണം നിങ്ങളുടെ മനസ്സിനെ പഴയ ശീലത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു ബോധപൂർവമായ ശ്രമം വേണം. ധ്യാനം എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അങ്ങനെയല്ല. ധ്യാനം എന്നാൽ നിങ്ങളുടെ ചിന്തകളെ, വികാരങ്ങളെ, പെരുമാറ്റത്തെ ബോധപൂർവം നിരീക്ഷിക്കുക എന്നതാണ്. ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? ഈ ചിന്ത എൻ്റെ ഭാവിയെ എങ്ങനെ ബാധിക്കും എന്ന് സ്വയം ചോദിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ മനസ്സിൽ ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് എന്ന ചിന്ത വന്നാൽ അത് നിങ്ങളുടെ പഴയ ശീലമാണ്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയും, നിനക്കിത് വേണ്ട, പഴയ ആ സുഖമുള്ള ദുഃഖത്തിലേക്ക് മടങ്ങിപ്പോക്കോ. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നാണ്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ ആരാകണം? എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു പുതിയ ഭാവിയിലേക്ക് തയ്യാറാകുന്നു. നിങ്ങളുടെ ശരീരത്തിൻ്റെ ശീലങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ധ്യാന സമയം ഉപയോഗിക്കാം. നിങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അല്ലെങ്കിൽ അസാധാരണമായ എന്തെങ്കിലും സംഭവിക്കാൻ തുടങ്ങുമെന്ന് ഉറപ്പാണ്. അത് ചിലപ്പോൾ യാദൃശ്ചികമായിട്ടോ അല്ലെങ്കിൽ ഒരു ദൈവികമായ സൂചന ആയിട്ടോ വരും. നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് ദൈവം നിങ്ങൾക്ക് തരുന്ന സൂചനകളാണ്. അങ്ങനെയുള്ള സൂചനകൾ ഇനിയും വരും. നിങ്ങൾ ആ ഒരു ഊർജത്തിൽ തന്നെ തുടർന്നാൽ മതി. അതുപോലെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കാര്യങ്ങൾ തനിയെ നമുക്ക് അനുകൂലമാകും. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരേ ആളുകളോടും സാഹചര്യങ്ങളോടും ഒരേ രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ബോധവാന്മാരായി തുടരണം. നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടില്ലെങ്കിൽ നിങ്ങൾ ഭൂതകാലത്തിലെ ഓർമ്മകളിൽ തളച്ചിടപ്പെടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പ്രവചിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് മാറും. അത് ഒരു ഒഴുക്കുമില്ലാത്ത പുഴ പോലെയാകും. അപ്പോൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചൊരു വ്യക്തമായ ചിത്രം മനസ്സിൽ സൃഷ്ടിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു സന്തോഷകരമായ ജീവിതം വേണമെങ്കിൽ ആ ജീവിതത്തെ മനസ്സിൽ കാണൂ. ഞാൻ എൻ്റെ സ്വപ്ന ജോലിയിൽ സന്തോഷത്തോടെ പ്രവർത്തിക്കുന്നു, എൻ്റെ ചുറ്റും നല്ല മനുഷ്യരാണ്, ഞാൻ ആരോഗ്യവാനാണ്. ഇങ്ങനെ ഒരു ചിത്രം മനസ്സിൽ വരയ്ക്കൂ. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഈ ഭാവിയെ ഇതിനകം സംഭവിച്ചു എന്ന് വിശ്വസിക്കാൻ തുടങ്ങും. ഇതിനെക്കുറിച്ച് ശാസ്ത്രം എങ്ങനെയാണ് പറയുന്നത്? ന്യൂറോപ്ലാസ്റ്റിസിറ്റി. നിങ്ങളുടെ തലച്ചോറിന് പുതിയ ചിന്തകളിലൂടെ പുതിയ ന്യൂറോൺ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതിനാൽ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഭാവിയെ വീണ്ടും വീണ്ടും സങ്കല്പിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അതിനെ യാഥാർത്ഥ്യമായി കാണാൻ തുടങ്ങും. ഒരു പുതിയ ശീലം തുടങ്ങുമ്പോൾ അസ്വസ്ഥത തോന്നും. ഓ, ഈ ധ്യാനം എന്തിനാണ്? എനിക്കിതിന് സമയമൊന്നുമില്ല, എൻ്റെ ശരീരം ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഈ ഒരു അസ്വസ്ഥതയാണ് നിങ്ങളുടെ വളർച്ചയുടെ തുടക്കം. ഈ ഒരു അസ്വസ്ഥതയെ നിങ്ങൾ ഭയപ്പെടേണ്ട, എനിക്കിത് പറ്റില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത് എൻ്റെ പുതിയ യാത്രയുടെ ഭാഗമാണ് എന്ന് ചിന്തിക്കൂ. ഉദാഹരണത്തിന്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെ ഓഫീസിൽ ആരെങ്കിലും നിങ്ങളെ ശല്യപ്പെടുത്തിയാൽ പഴയ രീതിയിൽ ദേഷ്യപ്പെടുന്നതിന് പകരം ഒരു ശ്വാസം എടുത്ത് ഞാൻ ഇതിനെ മറികടക്കും, ഞാൻ എൻ്റെ ഭാവിയിലേക്കാണ് പോകുന്നത് എന്ന് പറയൂ. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പുതിയ ഭാവിയിലേക്ക് മാറ്റുമ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഒരു ദിവസം നിങ്ങൾക്ക് ഒരവസരം വന്നേക്കാം, ഒരു പുതിയ ആളെ കണ്ടുമുട്ടാം, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായ രീതിയിൽ നടക്കാം. നിങ്ങളുടെ ഊർജം ലോകവുമായി ഒത്തുചേരും. ഇനി നിങ്ങളുടെ ദിവസം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് നോക്കാം. ഓരോ ദിവസവും നിങ്ങളുടെ ആ ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കൂ. ഞാനിപ്പോൾ എവിടെയാണ്? ആ പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചു പോയത്? എന്തിനാണ് എൻ്റെ ഊർജം കുറച്ചത്? ഇങ്ങനെ ചോദിക്കൂ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ. ഈ ചിന്തകളെ മനസ്സിൽ ആവർത്തിക്കൂ. നിങ്ങളുടെ തലച്ചോറിൽ പുതിയ ന്യൂറൽ പാത്വേകൾ ഉണ്ടാക്കൂ.
ഇതൊരു ശാസ്ത്രമാണ്. നിങ്ങളുടെ തലച്ചോറിനെ ഒരു പുതിയ ഭാവിയിലേക്ക് പ്രോഗ്രാം ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്കൊരു പുതിയ നിങ്ങളാവണം. ആ പഴയ ശീലങ്ങളെ, ആ പഴയ വികാരങ്ങളെ, ആ പഴയ ചിന്തകളെ ഉപേക്ഷിക്കൂ. ഞാൻ ഇനി ആരാകണം എന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ ഭാവിയെ മനസ്സിൽ കാണൂ, അത് അനുഭവിക്കൂ. അത് നിങ്ങളുടേതാണ്. ഈ യാത്ര അത്ര എളുപ്പമല്ല, പക്ഷേ ഓരോ ഘട്ടവും നിങ്ങളുടെ വിജയമാണ്. നിങ്ങളുടെ ആ പഴയ നിങ്ങളെ മറികടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ചിന്തകളിലാണ്. ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്. നമ്മുടെ ജീവിതം ഒരു വലിയ പുസ്തകമാണ്. ഓരോ ദിവസവും പുതിയ അധ്യായങ്ങൾ എഴുതാൻ നമുക്ക് കഴിയും. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി എഴുതാൻ സാധിക്കും. ഇത് കേവലം വാക്കുകളല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സത്യങ്ങളാണ്. ധ്യാനത്തിലൂടെയും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളിലൂടെയും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മികച്ച പതിപ്പായി മാറാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്